എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് രുചിയോ മണോ ഒന്നും നഷ്ടപ്പെടാതെ കറിവേപ്പില നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് നല്ല ടിപ്സുകളും ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ്, അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ലൈറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ബാൻഡിന് പകരമായിട്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് എടുത്തിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മേൽഭാഗത്തോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ലൈറ്ററൊക്കെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിരിക്കും അല്ലേ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോൾ അതിനകത്തേക്ക് എണ്ണമയോ അതുപോലെ മുളക് പൊടി അതുപോലെ വെള്ളമൊക്കെ വീണിട്ട് വേഗം അഴുക്ക് പറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അഴുക്ക് പറ്റുമ്പോൾ പെട്ടെന്ന് ഇത് തുരുമ്പ് പിടിച്ച് കേടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ സമീപത്ത് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം. ആവശ്യമുള്ളപ്പോൾ പെട്ടെന്നെടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാനും ഈസിയാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലൈറ്റർ ഒട്ടും തന്നെ അഴുക്ക് പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേനയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പേന ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി യൂസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ പേനയുടെ ക്യാപ്പാണ് കേട്ടോ. ഇതുപോലെ ക്യാപ്പിൻ്റെ മുകൾ വശത്തുള്ളത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന സൈസുള്ള പേന എടുക്കുക. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഊരാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാപ്പിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പേന ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പേന നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് ഈ ഒരു ഹോളിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, ഊരിപ്പോരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ബാഗിൻ്റെ ഒക്കെ സിബ് ഉണ്ടല്ലോ, സിബിൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹാൻഡിലിൽ നമുക്ക് കീ ചെയിൻ പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇത് തുറന്നിട്ട് ഈ ഹാൻഡിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നല്ല ഭംഗിക്ക് അവിടെ കിടന്നോളും. കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് എളുപ്പത്തിൽ വലിച്ചു തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡിൽ പൊട്ടിപ്പോയിട്ടുള്ള ബാഗുകളുണ്ടെങ്കിൽ അതിലും നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഹാൻഡിൽ പൊട്ടിപ്പോയ പേഴ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹാൻഡിൽ പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നീട് ആ പേഴ്സോ ബാഗോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് തുറക്കാനും അടയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിലില്ലാതെ. അപ്പോൾ ഇതുപോലെയുള്ള പേനയുടെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിക്കോളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുകയും ചെയ്യും. അതുമാത്രമല്ല നല്ലൊരു ഭംഗിക്ക് അത് കിടക്കുകയും ചെയ്തോളും, ഒരു കീ ചെയിൻ മാതിരി. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല കിടിലൻ യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്ക് കിടക്കുകയും ചെയ്യും. അപ്പോൾ പേനയുടെ ക്യാപ്പാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പേനയുടെ ക്യാപ്പാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും. ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ബാഗോ പേഴ്സോ ഉണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മൾ എന്തെങ്കിലും വറുത്തിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ എണ്ണമയമൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ടല്ലേ. ആ എണ്ണമയം ഉള്ള പാത്രം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിച്ചൺ സിങ്കിലിട്ട് കഴുകുകയാണെങ്കിൽ ഈ എണ്ണമയം അവിടെ പറ്റി പിടിച്ചിരിക്കുകയും കിച്ചൺ സിങ്കൊക്കെ ബ്ലോക്ക് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും എണ്ണമയം കിച്ചൺ സിങ്കിൽ പോകാതെ ഈ പാത്രം എണ്ണമയം ഒട്ടുമില്ലാതെ എങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം കഴുകിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദമാവോ അല്ലെങ്കിൽ കടലമാവോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും പൊടി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ ആ എണ്ണമയം മുഴുവൻ ആ പൊടിയിലേക്ക് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഒട്ടും തന്നെ പാത്രത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ പൊടി ഒന്ന് തട്ടിക്കളയുക. അതിനുശേഷം ഇത് നമുക്ക് വേസ്റ്റ് ബക്കറ്റിലേക്ക് മാറ്റി കളയാവുന്നതാണ് ഈ പൊടി. അപ്പോൾ ഒട്ടും തന്നെ അഴുക്ക് കിച്ചൺ സിങ്കിലേക്ക് പോവുകയില്ല. എണ്ണമയം ഇല്ലാതെ തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാനും പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത പാത്രങ്ങളൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. എണ്ണമയം ഒട്ടുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒട്ടും തന്നെ എണ്ണമയം കയ്യിൽ പറ്റുന്നതും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ സാധാരണ നെയ്യൊക്കെ ഇതുപോലെ സ്പൂൺ കൊണ്ട് എടുക്കുന്ന സമയത്ത് അത് സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ വിട്ട് വന്നാലും സ്പൂണിൽ കുറച്ചധികം നെയ്യ് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്കാണ് കേട്ടോ ഇത്. കുറച്ച് സമയം 1-2 സെക്കൻഡ് ഇതുപോലെ സ്പൂൺ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതൊട്ടും തന്നെ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. പെട്ടെന്ന് ഉരുകി
ഒരുപാട് സ്പൂണ് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുമ്പോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് സ്പൂണ് ചൂടാക്കി കൊടുത്തിട്ട് എടുക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉരുകി കിട്ടും, പാത്രത്തിൽ നിന്ന് വിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, കറിവേപ്പില നമ്മൾ രുചിയും മണവും ഒന്നും മാറാതെ തന്നെ കുറച്ചധികം നാൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് കറിവേപ്പില ഞാനിവിടെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അതിൽ വിഷമൊക്കെ തളിച്ചിട്ടുണ്ടാവും. അപ്പം ഉറപ്പായിട്ടും അത് വാഷ് ചെയ്തെടുക്കണം. കുറച്ച് വിനാഗിരിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ട് വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും നമ്മൾ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നതാണെങ്കിലും ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനകത്ത് ചെറിയ വലയോ പ്രാണിയോ എട്ടുകാലിയോ അതുപോലെയുള്ള ജീവികളൊക്കെ കാണും. അപ്പോൾ വാഷ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിലെ വെള്ളമയം എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ ഞെട്ടേന്ന് ഇതൊന്ന് അടർത്തി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പം വെള്ളം എല്ലാം പെട്ടെന്ന് മാറി കിട്ടും. അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളമയം പോയി കിട്ടുന്നതാണ് കേട്ടോ. ഇതിവിടെ ഇല മാത്രമായിട്ട് ഫുള്ള് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡേ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതി, നല്ല വെയിലുണ്ടെങ്കിൽ. അപ്പോൾ വെയിലത്ത് വെച്ച് കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ പാനിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ ഫ്രൈ ആയി വരുമൊന്നും വേണ്ട. ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ഉള്ളത് മുഴുവനൊന്ന് ഇത് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഒരുപാട് കാലം നമ്മളിത് സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒട്ടും തന്നെ പൂപ്പിൽ പിടിക്കുകയോ അതുപോലെ അവിഞ്ഞു പോവുകയോ ചെയ്യത്തില്ല കേട്ടോ. ഈ രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില ഇരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് ഏത് ജാറിലാണോ ഇട്ട് വെക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പിലയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് കേട്ടോ. നല്ല പൊടിയായിട്ടല്ല, തരിതരിയായിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ചിടുന്നത്. അപ്പോൾ ഇതുപോലെ പൊടിച്ചിടണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അത് മുഴുവനോടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ പൊടിച്ചിടുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത്. ഇത് ഇലയിൽ പറ്റി പിടിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി കറിയിലിടുമ്പം കറിക്ക് കയ്പ്പ് വരുമോ അങ്ങനെയൊന്നും വരില്ല. കറിവേപ്പിലേക്ക് നല്ലൊരു മണവും കൂടി ആയിരിക്കും ഇതിടുന്നത് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.